വെളുപ്പിന് 4:30 പൊന്നൻ എണീറ്റിട്ടില്ല. രാത്രിയിലത്തെ ക്ഷീണമായിരിക്കാം. അപ്പോൾ നമ്മൾ നേരെ 4:30 കൂടിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പള്ളിയിലേക്ക്. അപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു വഴി ആ ഒരു നേരത്ത് ആകെ ചെളിയൊക്കെ പിടിച്ച് കിടക്കുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. കനാലിൽ വെള്ളം ഒരു 1-2 ദിവസമായിട്ട് വരുന്നതിൻ്റെ പേരിൽ ആ ബണ്ട് ലീക്കാവുമ്പോഴാണ് ആ മണ്ണിട്ട വഴിയിൽ ചെളിയൊക്കെ നിറയുന്നത്. അങ്ങനെ മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു 4 മണിക്ക് ശേഷം 4:30 ആയാലും നമ്മുടെ റോട്ടിലൊരു അനക്കമായി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഈ കാണുന്നത് കുണ്ടായി ജംഗ്ഷനാണ്. ആ ഹോട്ടൽ ഒരു 4 മണിയാകുമ്പോഴത്തേനും തുറക്കും. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ചെല്ലുമ്പോൾ ഒരു ചായ കുടിയൊക്കെ ഉണ്ട്. ആ ചായ കുടിച്ച് ഈ തൊട്ട് മുന്നിൽ കാണുന്നത് നമ്മുടെ കുണ്ടായിലുള്ള ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ആശുപത്രിയാണ്. മറിയം ത്രേസ്യ ഹോസ്പിറ്റൽ എന്നാണ് പേര്. അത്യാവശ്യം വലിയ ഹോസ്പിറ്റലാണ്. BSc നഴ്സിംഗ് സ്കൂളൊക്കെ ഉണ്ട്. ഈ കാണുന്നത് നമ്മുടെ കുണ്ടായി ജംഗ്ഷനാണ്. അപ്പോൾ ആ നേരത്തൊന്നും ഒരു മനുഷ്യകുഞ്ഞു പോലും അവിടെ ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ നേരെ പള്ളിയിലേക്കുള്ള യാത്രയാണ്. പള്ളിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളി, നമ്മുടെ ഇടവപ്പള്ളി ഇതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ അകത്ത് കയറുമ്പോൾ എന്നും ഈ ഒരു തിരുസ്വരൂപമാണ് നമ്മുടെ ആരംഭം കുറിക്കുന്നത് ഒരു ദിവസത്തിൻ്റെ. അങ്ങനെ 8 മണിയോടുകൂടി നമ്മൾ തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ അതെ പൊന്നൻ നമ്മളെ സ്വീകരിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പൊന്നൻ്റെ സ്വീകരണം ഏതാണ്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഇന്ന് ഒടിയനാണ് ഇന്ന് അവിടെ അകത്ത് ഹാജരായിട്ടുള്ളത്. തടിയൻ അവിടെ എത്തിയിട്ടില്ല. കാരണം ഇവർ രണ്ടുപേരിൽ ഒരാളെ എപ്പോഴും വീട്ടിലുണ്ടാവുള്ളൂ, ഒരാൾ എപ്പോഴും പുറത്തായിരിക്കുള്ളൂ. അങ്ങനെ നീയക്കൊച്ചിനെ കാണാണ്ടായി ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ നീയക്കൊച്ച് നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അവൾ എണീക്കതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. അവളെ ശല്യപ്പെടുത്താണ്ട് നമ്മൾ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മുടെ പൊന്നൻ്റെയും അതുപോലെ തന്നെ ഒടിയൻ്റെ അഭ്യാസ പ്രകടനങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവന്മാരുടെ ഒരു കസർത്ത് ഇവിടെ സ്ഥിരം കാഴ്ചയായതിൻ്റെ പേരിൽ നമുക്കിതിലൊരു പുതുമ തോന്നാറില്ല. എന്നും കാണുന്ന ഒരു പരിപാടി തന്നെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ നീയക്കൊച്ച് എണീറ്റൊക്കെ വന്നിട്ടുണ്ട്. നീയക്കൊച്ച് എണീറ്റ് വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ കസർത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ അവരുടെ കസർത്തിൻ്റെ ഇടയിൽ ചെന്ന് 3 ആൾ കൂടി കസർത്ത് കളിക്കലാണ് ഇവിടുത്തെ പരിപാടി. ഇന്ന് പുറക്കച്ചടച്ചിൽ അതിൻ്റെ പേരിൽ നീയക്കൊച്ച് കസർത്ത് കളിക്കാൻ പോയിട്ടില്ല. പക്ഷേ അവരുടെ കസർത്ത് അവിടെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നീ കാണുന്നത്. അപ്പോൾ ആ ഒരു കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ മുകളിലോട്ട് കയറിയിട്ടുണ്ട്. മുകളിൽ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്രൈ ഫിഷുകളുടെ കുട്ടികളൊക്കെ കുറച്ച് ടാങ്കുകളിലേക്കൊക്കെ മാറ്റി തരംതിരിച്ചിടാനുണ്ടായിരുന്നു. അത് കിട്ടും. പിന്നെ കുറച്ച് കുട്ടികൾ സൈസായവരെയൊക്കെ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് ഉള്ളൊരു വീഡിയോ റെഡിയാക്കാമെന്ന് വിചാരിച്ച് നേരെ അവരെയൊക്കെ കുളിപ്പിച്ച് കുട്ടപ്പന്മാരെയൊക്കെ ആക്കി താഴെ കൊണ്ടുവന്ന് ഒരു പുൽമത്തെ പോലത്തെ ഒരു സംഭവം കണ്ടു. അപ്പോൾ അതും വെച്ച് ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കാക്കപ്പൂവെന്നാണ് പറയുക. അപ്പോൾ ആ ഒരു ചെടിയുടെ മുകളിൽ വെച്ച് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 9-9:30 ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നേരെ അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിയുടെ പുട്ടല്ല, റവ പുട്ടാണ്. പുട്ടുകുറ്റിയിൽ നിന്ന് പുട്ട് പുറപ്പെടുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ചെന്നപ്പോഴത്തേനും അമ്മച്ചി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ നമ്മളൊരു ഗ്ലാസ് ചായയൊക്കെ എടുത്ത് പുട്ടൊക്കെ കൂട്ടി കഴിച്ച് അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തൃശ്ശൂർക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. നേരെ തൃശ്ശൂർക്ക് വെച്ച് പിടിച്ചു. തൃശ്ശൂർ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒഴിവാക്കാത്തൊരു സ്ഥലമാണ് ഈ പറയുന്നത് പുത്തമ്പള്ളി. അങ്ങനെ തൃശ്ശൂർ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെന്ന് കാണുന്നൊരു സ്ഥലം, ചെന്ന് പ്രാർത്ഥിക്കുന്നൊരു സ്ഥലമാണ് ഈ പുത്തമ്പള്ളി. അപ്പോൾ ഇന്നും പതിവ് പോലെ തന്നെ വന്നപ്പോൾ പുത്തമ്പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ പുത്തമ്പള്ളിയുടെ കുറച്ച് പുറത്തുനിന്നുള്ളൊരു വീഡിയോകളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ തൃശ്ശൂർ വന്നത് വേറെ ഒന്നുമല്ല, കുരുടീസിൻ്റെ ബ്രിക്ക് നമുക്ക് കുറച്ചുകൂടി എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ കണക്കാക്കിയിട്ടാണ് നമ്മൾ തൃശ്ശൂർ പോയി. ഏകദേശം നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 10-35 കിലോമീറ്റർ ഉണ്ട്. എങ്കിലും നമ്മൾ അവിടെ നിന്ന് വന്നിട്ടാണ് ഈ കുരുടീസിൻ്റെ ബ്രിക്ക് എടുക്കുന്നത്. അങ്ങനെ അതൊക്കെ എടുത്ത് തിരിച്ചു വരുന്നൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ ഏതാണ്ട് നമ്മൾ നട്ടുച്ച നേരെ ആയിട്ടുണ്ട്. 2-2:30 സമയത്താണ് വന്നത്. അപ്പോൾ ഹൈവേ കൂടി വണ്ടി ഓടിച്ച് നല്ല ചൂടത്ത് വന്ന് നമ്മുടെ ഈ കനാല് വഴിയിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ നല്ലൊരു കുളിർമയാണ്. കാരണം കനാലിൽ വെള്ളം കൂടി വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തണവാണ് ഈ ഏരിയയിലേക്ക്. അപ്പോൾ ഇന്നും പതിപോലെ നല്ല തണുത്തൊരു അന്തരീക്ഷത്തിലേക്ക് പെട്ടെന്ന് കിടന്നപ്പോൾ നമുക്ക് ആ ഹൈവേയിലൂടെ വണ്ടി ഓടിച്ച ആ ഒരു ക്ഷീണം മാറി. തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ കാണുന്നത് നമ്മുടെ വണ്ടിയുടെ അവസ്ഥയാണ്. ഒരു ഡിയോ സ്കൂട്ടറിനെ പരമാവധി നമ്മൾ ഒരു ലോഡിംഗ് വണ്ടിയുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡിക്കിൽ വരെ ഒരു ഡീസിൻ്റെ ബ്രിക്ക് വെച്ചിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ നമുക്ക് വീണ്ടും 3 മണിയായപ്പോൾ വീണ്ടും പള്ളിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ പള്ളിയിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് കനാലിൽ വെള്ളം ഒരു 2-3 ദിവസമായിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ ഒഴുകുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇതിങ്ങനെ സ്ഥിരമായിട്ട് വെള്ളം വരുന്ന കനാലൊന്നും അല്ല കേട്ടോ. ഇതിങ്ങനെ വേനൽക്കാലത്ത് മാത്രം വെള്ളം വരുന്നൊരു കനാലാണ്. വന്നു കഴിഞ്ഞൊരു 3-4-5 ദിവസത്തേക്ക് അടുപ്പിച്ച് വരും. പിന്നെ വേറെ കനാലുകളിലേക്ക് തിരിച്ചു വിടും. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. കനാലിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ വീട് നിൽക്കുന്നത്. അപ്പോൾ നീയക്കൊച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നീയക്കൊച്ചിനുള്ളൊരു മഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൾ ഹാപ്പിയായി. പിന്നെ നമ്മൾ ഇന്ന് അമ്മച്ചി വൈകുന്നേരത്തെ പലഹാരമായിട്ട് ഉണ്ടാക്കി വെച്ചാൽ ഇന്നലെ നമ്മൾ വറുക്കാനെടുത്ത ചക്കയുടെ ഒരു ഭാഗം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് ഒലത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ചക്കോലത്തും കട്ടൻ ചായ ആയിരുന്നു ഇന്നത്തെ വൈകുന്നേരത്തെ പരിപാടി. അങ്ങനെ നമ്മൾ പിന്നെ അതിന് ശേഷം പള്ളിയിലൊക്കെ പോയി തിരിച്ച് 8 മണിയായപ്പോൾ വന്നപ്പോൾ നമ്മുടെ ഒടിയൻ അവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൊന്നനും പതിവ് പോലെ തന്നെ അവിടെ ഉണ്ട്. അവരൊന്നും ഉഷാറല്ല. എങ്ങനെയെങ്കിലും ഞാൻ കയറണം കൂടി അകത്ത് കയറി പറ്റാനുള്ളൊരു തന്ത്രപ്പാടിലാണ്. അപ്പോൾ അകത്ത് കയറിയപ്പോൾ നീയക്കൊച്ച് നിൽക്കുന്നുണ്ട്, ഒടിയനും കയറിയിട്ടുണ്ട്. അപ്പോൾ നീയക്കൊച്ചിന് വീണ്ടും രാത്രിയിലത്തെ പതിവ് എന്ന രീതിയിൽ ഇന്ന് മഞ്ചല്ല കൊടുത്തത്, ഇന്നൊരു വേഫറിൻ്റെ ബിസ്ക്കറ്റാണ് കൊടുത്തത്. അപ്പോൾ അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞു. അപ്പോൾ നീയക്കൊച്ചിൻ്റെ ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ടാങ്ക് ക്ലീനിങ്ങും വെള്ളം മാറ്റലും അതുപോലെ തന്നെ വെള്ളം നിറയ്ക്കലും ഒക്കെയാണ്. ഏകദേശം ഒരു 10-10:45 വരെ അങ്ങനെ നമ്മുടെ സമയം അവിടെ പോകും.
അപ്പോൾ എന്നും ചെയ്യുന്ന ജോലികളൊക്കെ ഒരുപോലെയാണെങ്കിലും നമ്മൾ കാണുന്നതും പരിചയപ്പെടുന്നതുമായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ നമ്മുടെ മുന്നിൽ വരുന്ന കാഴ്ചകളും മാത്രമാണ് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.